ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പേപ്പർ പെയിൻറ്റിംഗ് ആണ്. നമ്മൾ പേപ്പർ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു ടൈഗറിൻ്റെ പെയിൻറ്റിംഗ് ആണ്. വളരെ നല്ലൊരു മോഡലാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ മോഡലും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ക്രാഫ്റ്റ് വളരെ എളുപ്പത്തിൽ എങ്ങനെ പഠിച്ചെടുക്കാൻ നോക്കാം. ഈ ഒരു ക്രാഫ്റ്റിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെയുള്ള 3D origami നോർമൽ പീസുകളാണ്. ഇതുപോലെയുള്ള നോർമൽ പീസുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ഒരു പീസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് നമ്മൾ ഓരോ റോസും കണക്ട് ചെയ്യണത്. ഓക്കെ, ഇത് നമ്മളിപ്പോൾ ഒരു ഡെമോ പോലെ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നോക്കൂ, നമ്മളിതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ ഓരോ പീസുകളും കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. അതുപോലെ തന്നെ നമ്മൾ ഒന്നാമത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് മുകളിലായിട്ട് നമ്മൾ രണ്ടാമത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്യും. പിന്നീട് 3ൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാണ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം. ഇതുപോലെ ക്ലോസ് ചെയ്യാണ് ചെയ്യുക. കണ്ടില്ലേ? പ്രത്യേകം ശ്രദ്ധിക്കുക, 1, 3, 5, 7 ഈ ഒരു പാറ്റേണിലുള്ള എല്ലാ റോസും നമ്മൾ ഇതേപോലെ ക്ലോസ് ചെയ്യും. കണ്ടില്ലേ? 5ാമത്തെ റോ ഇതുപോലെ ക്ലോസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്യണം. ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ ഈ ഒരു പാറ്റേണിലാണ് നിങ്ങൾ ഈ ഒരു ക്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് നിങ്ങളിതാ ഇതേപോലെ കണക്ട് ചെയ്യേണ്ടത്. ഇതേപോലെ ക്ലോസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു 5 ലെയറിൻ്റെ ഈ ഒരു പാറ്റേൺ നമ്മളിതാ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന രീതിയിൽ നമ്മൾ ഓർഡർ ചെയ്ത് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ നിങ്ങൾ കണക്ട് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് 5 ലെയറിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഡിസ്പ്ലേയിൽ കാണുന്ന രീതിയിൽ തന്നെ കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ അടുത്ത 5 ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ ഓരോ പീസിനെയും കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ടോട്ടൽ 10 ലെയറിൻ്റെ നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ 15 ലെയർ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 5 ലെയർ ഇതുപോലെ നിങ്ങൾ കണക്ട് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 15 ലെയറിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ 20 ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ 5 ലെയറും കൂടി ഇതേ പാറ്റേണിൽ നിങ്ങൾ കണക്ട് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ 20 ലെയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ 25 ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ 25 ലെയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ 30 ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള 30 ലെയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ 35 ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള 35 ലെയർ കംപ്ലീറ്റ് ചെയ്യുക. അടുത്തതായി നമ്മൾ 40 ലെയറാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഈ ഡിസ്പ്ലേയിൽ കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഓരോ പീസിനെയും കണക്ട് ചെയ്യുക. അടുത്തതായി നമ്മൾ 45 ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ തന്നെ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ മനോഹരമായിട്ടുള്ള ആ ഒരു ക്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ 5 ലെയർ ഇതുപോലെ നിങ്ങൾ കണക്ട് ചെയ്യുക.